തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ കാലിൽ പുഴുവരിച്ച സംഭവത്തിൽ വീഴ്ചയുണ്ടായതായി വിദഗ്ധ സമിതി പ്രാഥമികമായി വിലയിരുത്തി. രോഗികളുടെ പരിചരണത്തിൽ മെഡിക്കൽ കോളേജ് ജീവനക്കാർക്ക് ജാഗ്രതക്കുറവ് വന്നിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് ഇന്ന് തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരന് കൈമാറും. മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നു. മേഘന, ഗുഡ് മോർണിംഗ് പറയും. SKN ഗുരുതരമായ ചികിത്സാ പിഴവ് വിവരമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നത്. ബൈക്ക് ആക്സിഡന്റിൽ പരിക്കേറ്റ് ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയുടെ കാലിൽ ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയപ്പോഴാണ് പുഴു അരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിൽ കുടുംബക്കാരടക്കം വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു. മെഡിക്കൽ കോളേജിനെതിരെ പരാതി നൽകിയിരുന്നു. പിന്നീട് 48 മണിക്കൂറിനടക്കം വിശദമായ അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ വിദഗ്ധ സമിതിയെ ആരോഗ്യവകുപ്പ് നിയോഗിച്ചു. വിദഗ്ധ സമിതിയുടെ വിലയിരുത്തലിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വീഴ്ചയുള്ളതായി കണ്ടെത്തുന്നത്. കാരണം ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയ രോഗിയെ ശുശ്രൂഷിക്കേണ്ട രീതിയിൽ ശുശ്രൂഷിച്ചില്ല. അതുപോലെ തന്നെ ഈ മുറിവ് വൃത്തിയാക്കുന്നതിലടക്കം വീഴ്ച ഉണ്ടായിട്ടുണ്ട് ജീവനക്കാർക്ക് എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ വരുന്നത്. ശസ്ത്രക്രിയ ചെയ്ത ഭാഗത്തല്ല, മറിച്ച് അതിന് പുറത്തായാണ് പുഴുവിനെ കണ്ടെത്തിയത്. അങ്ങനെ പുഴുവിനെ കണ്ടെത്തണമെങ്കിൽ അത് ഈ വൃത്തിയാക്കുന്നതിലടക്കം ക്ലീനിങ്ങിലടക്കം ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ ഇത്ര തവണ ക്ലീനിങ് നടത്തണമെന്നുള്ളത് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അത് പാലിച്ചില്ലെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് അറിയുന്നത്. അങ്ങനെയാണ് കണ്ടെത്തലായി വരികയും ചെയ്യുന്നത്. ഈ റിപ്പോർട്ട് വിദഗ്ധ സമിതി ഇന്ന് തന്നെ മന്ത്രിയായിട്ടുള്ള കെ മുരളീധരന് സമർപ്പിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ജീവനക്കാർക്ക് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതാണ് രോഗിയുടെ കാലിൽ ഇത്ര രീതിക്ക് പുഴുവരിക്കാൻ ഒരു ഇടയാക്കിയത് എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.